വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. അധ്യായം 458. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. 2005 ജൂൺ 12 സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ ജീവിതത്തിൽ ധൈര്യമായി സ്വപ്നം കാണാനും പുതിയ വഴികൾ തേടാനും പ്രചോദിപ്പിച്ചുകൊണ്ട് ലോകപ്രശസ്ത വ്യവസായിയും ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകനുമായിരുന്ന സ്റ്റീവ് ജോബ്സ് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലെ ഒരു വാചകമാണ് സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ് എന്നത്. ജീവിത വിജയം സംബന്ധിച്ച ശക്തമായ സന്ദേശമാണ് ഈ വാക്കുകൾ അടയാളപ്പെടുത്തുന്നത്. അറിവിന്റെ പ്രപഞ്ചം അത്യന്തം ചലനാത്മകമാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകളും സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അറിവിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും പഠിക്കാനുള്ള ആഗ്രഹം നിലനിർത്തുക, നേട്ടങ്ങളിൽ തൃപ്തരായി നിൽക്കാതെ മുന്നോട്ട് പോവുക, എന്തൊക്കെ വിജയം നേടിയാലും ഇനിയും നേടാനുള്ളത് ബാക്കിയുണ്ട് എന്ന മനോഭാവം കൈവിടരുത്. അറിവിനോടും വളർച്ചയോടുമുള്ള വിശപ്പാണ് മനുഷ്യനെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത്. ഇതാണ് സ്റ്റേ ഹംഗ്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്റ്റേ ഫൂളിഷ് എന്നത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടരുത് എന്ന സന്ദേശമാണ് നൽകുന്നത്. ആരും എല്ലാം തികഞ്ഞവരല്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുകയെന്നതും പ്രായോഗികമാകണമെന്നില്ല. എല്ലാം അറിയാമെന്ന ഭാവം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും പലപ്പോഴും നമ്മെ തടഞ്ഞേക്കും. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങളിലൊന്ന് നിനക്കറിയില്ല എന്ന കാര്യം നിനക്കറിയില്ല എന്നതാണെന്നാണ് ഒരു തത്വചിന്തകൻ പറഞ്ഞു വെച്ചത്. ലോകത്ത് നിരവധി കാര്യങ്ങളാണ് നമുക്കറിയാത്തതായുള്ളത്. തുറന്ന മനസ്സോടെ അവയെ അടുത്തറിയാനും പഠിക്കാനും തയ്യാറാകുമ്പോഴാണ് വിജയ കവാടങ്ങൾ ഓരോന്നായി തുറക്കാനാവുക. അതേപോലെ തന്നെ നാം പഠിച്ച പല കാര്യങ്ങളും കാലികമായി അപ്രസക്തമാകുമ്പോൾ അവയെ മറക്കാനും പുതിയ കാലത്തിന്റെ ചുവരെഴുത്തുകൾ ക്രിയാത്മകമായി വായിച്ച് മുന്നേറാനും തയ്യാറാവുകയെന്നതും പ്രധാനമാണ്. സാങ്കേതികവിദ്യയുടെ കാലത്ത് പല സംവിധാനങ്ങളും പെട്ടെന്ന് അപ്രസക്തമാകാം. കൂടുതൽ മെച്ചപ്പെട്ട വിദ്യകളും സൗകര്യങ്ങളും വരുമ്പോൾ പഴയവ നിഷ്പ്രഭമാവുക സ്വാഭാവികം. അവിടെ കാലത്തിനൊപ്പം സഞ്ചരിക്കണമെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും ആവശ്യമായവ മാറ്റി സ്ഥാപിക്കാനും നാം തയ്യാറാവണം. ആളുകൾ ഇത് അസാധ്യമാണെന്ന് പറയുമ്പോഴും നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം പുലർത്തുക. ചിലപ്പോൾ ലോകം വിചാരിക്കുന്ന പോലെ മണ്ടത്തരമായി തോന്നുന്ന ആശയങ്ങളാണ് വലിയ കണ്ടുപിടുത്തങ്ങളാകുന്നത്. പഠനമൊരിക്കലും അവസാനിപ്പിക്കരുത്. പരാജയത്തെ ഭയക്കരുത്. വ്യത്യസ്തമായി ചിന്തിക്കാൻ ധൈര്യം വേണം. വിജയത്തിൽ തൃപ്തരായി നിൽക്കാതെ കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറാകണം തുടങ്ങിയ സുപ്രധാനമായ ആശയങ്ങളാണ് സ്റ്റീവ് ജോബ്സിന്റെ വാക്കുകൾ അടിവരയിടുന്നത്. വിശപ്പ് നിലനിൽക്കുമ്പോൾ വളർച്ചയുണ്ടാകും. മണ്ടത്തരമെന്ന തോന്നൽ മറികടക്കുമ്പോൾ പുതുമ ജനിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ വിശപ്പോടെ ഇരിക്കുക, ധൈര്യമായി സ്വപ്നം കാണുക, തെറ്റുകൾ തിരുത്താൻ തന്റേടം കാണിക്കുക എന്നിവ വളരെ പ്രസക്തമാണെന്നാണ് സ്റ്റീവ് ജോബ്സ് വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചത്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ ഏറ്റവും വലിയ തടസ്സമായി വരുന്നത് പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ചിന്തകളാണ്. നമ്മുടെ തെറ്റുകൾ, നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിച്ച അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഊർജത്തെയും ഭാവിയിലേക്കുള്ള പ്രതീക്ഷയെയും കെടുത്തിക്കളയുന്നു. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കമാണ്. ഇന്നലെ സംഭവിച്ചതൊന്നും ഇന്നത്തെ നമ്മുടെ പരിശ്രമങ്ങളെ നിർവചിക്കുന്നില്ല. ഇന്നിൽ പ്രവർത്തിക്കുക. മിക്കപ്പോഴും നാം ഇന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ നാളെ നിശ്ചയിക്കുക. നിത്യവും പുതുതായി എന്തെങ്കിലും പഠിച്ചും നിരന്തരമായ മെച്ചപ്പെടുത്തലുകളിലൂടെ വളരാനും ഉയരാനും തയ്യാറാകുമ്പോഴാണ് വിജയപഥമൊരുങ്ങുക. അതിന് കണ്ണും കാതും ചിന്തയുമൊക്കെ തുറന്നു വയ്ക്കുകയും മുൻവിധികളില്ലാതെ കാര്യങ്ങളെ വിലയിരുത്താനും ഉൾക്കൊള്ളാനും തയ്യാറാവണം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.